ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് വെച്ചാൽ അത് വ്യത്യസ്തമായിട്ട്, അതായത് വേസ്റ്റ് മെറ്റീരിയലായ നമ്മളിത് എല്ലായിടും ഉള്ളത് തന്നെയാണ് സ്റ്റീൽ സ്ക്രബ്ബർ. അതിൽ നിന്നൊരു സ്പ്രിങ് ഡോള് ചെയ്യണമെന്ന് അത് എടുത്ത്, സാധാരണ അത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് എടുത്തതായിരുന്നു. എടുത്തപ്പോഴത്തേക്ക് ആ ഒരു ചെറുതായിട്ടൊന്ന് വലിച്ചപ്പോഴത്തേക്ക് ആ സ്പ്രിങ് പോലെ തോന്നി. ആ ഒരു ഭാഗം കൊണ്ട് ഞാനത് വെറുതെ തിരികെ വെച്ചപ്പോഴത്തേക്ക് ഡോൾ ചെയ്യാനായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാനത് എടുത്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ ഡ്രസ്സ് ഇടാനായിട്ട് ഇത് കണ്ടില്ലേ, ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതെടുത്ത് നമ്മൾ വെറുതെ പ്രസ് ചെയ്ത് അകത്തോട്ട് വെച്ചാൽ മതി. കണ്ടില്ലേ, ഇനി ആ ഒരു ഹെഡ് പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ നല്ലതുപോലെ ടൈറ്റായിട്ട് ഒന്ന് ഉരുട്ടി ഒരു ഹെഡിൻ്റെ പോർഷനാക്കി. ഇതെന്ന് പറഞ്ഞാൽ പേപ്പർ ടേപ്പാണ്. ആ പേപ്പർ ടേപ്പ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് അതിനങ്ങ് നമ്മൾ ആ വളച്ച് ഉരുട്ടി വെച്ച ഭാഗത്ത് പേപ്പർ ടേപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് പേപ്പർ ടേപ്പ് വെച്ചാണ് നമ്മൾ ചുറ്റി വരിഞ്ഞെടുത്തിരിക്കുന്നത്. സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ്. ഏത് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസ് ചെയ്യാൻ തോന്നും. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഹാൻഡിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ സ്ട്രോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറുതെ അതൊന്ന് കയറ്റിയതേ ഉള്ളൂ, ആ ഒരു ഹാൻഡ് പോർഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ആ ഒരു പേപ്പർ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റി എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് ഒരു ഹാൻഡിൻ്റെ ഒരു പോർഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. എന്താ ഒന്ന് നല്ലതുപോലെ അത് ആ സ്പ്രിങ് പോലെ ആവും. ഏറ്റവും മുകളിൽ ആ സ്പ്രിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോർഷൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ഒരു ഹാൻഡ് നല്ലതുപോലെ അത് പേപ്പർ ടേപ്പ് വെച്ചാകുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്യുമ്പം ഹാൻഡ് വളരെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഇനിയെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇത് നമ്മൾ കമ്പിളി നൂലാണ് ഉള്ളൻ ത്രെഡ് എടുത്ത് ആ ഒരു ഹെഡ് പോർഷന് വേണ്ടിയിട്ട് തന്നെ കുറേ കട്ട് ചെയ്തിട്ട് ഇനി ആ ഒരു ഹെഡ് പോർഷന് വേണ്ടിയിട്ട് അതുപോലെ രണ്ട് സൈഡും കെട്ടി ആ രണ്ട് സൈഡും നമ്മൾ പിന്നി കെട്ടിയിടുന്ന ഒരു മോഡലിലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് അത് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും അതേപോലെ തന്നെ കട്ട് ചെയ്ത് സെയിം രണ്ടും ഒരേ പോർഷൻ ആക്കിക്കൊണ്ട് ഇനി സെൻറ്ററിന് കുറച്ച് ഗ്യാപ്പ് കിടക്കുന്ന അവിടെ ഞാനത് ഫില്ല് ചെയ്ത് വെറുതെ കുറച്ച് കൂടുതൽ ഉള്ളൻ ത്രെഡ്, ബ്ലാക്ക് ഉള്ളൻ ത്രെഡ് എടുത്ത് കണ്ടില്ലേ അത് കട്ട് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് രണ്ട് പോർഷനും ആക്കി കഴിഞ്ഞ് ഇനി അതിൻ്റെ ഒരു ഡ്രസ്സിനെന്ന് വെച്ചാൽ ക്രേപ്പ് പേപ്പറാണ്. ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പം അതും എനിക്ക് എളുപ്പമായി. അപ്പം അത് ഞാൻ വെറുതെ ചുറ്റി റൗണ്ട് ചെയ്ത് ഒന്ന് വലിച്ച് ഒരു ഫ്രില്ല് പോലെ ആക്കി, ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് ഫ്രില്ല് പോലെ ആക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടെ അത് കണ്ടില്ലേ സാറ്റൻ്റെ റിബൺ, വളരെ ലൈറ്റ് റിബൺ വെച്ച് അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇവിടെ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ്. ഒരു പോർഷൻ കംപ്ലീറ്റ് ഞാനത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഐഡിയകൾ തോന്നിയാൽ അപ്പോഴേ ഞാനത് എടുത്തങ്ങ് ചെയ്യാനായിട്ട്. അപ്പം ബാലൻസ് എൻ്റെ കയ്യിലുള്ള ഒരു ഐറ്റംസാണിത്. ഇത് കംപ്ലീറ്റ് വേസ്റ്റ് തന്നെയാണ്. ആ ഒരു കണ്ടില്ലേ, ഇത് വലിക്കുമ്പോൾ തന്നെ ഒരു സ്പ്രിങ്ങിൻ്റെ മോഡൽ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാനും പറ്റും. ചെറിയ കുട്ടികളെ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് പല ഒരുപാട് ഡോൾസുകൾ ഇത് ചെയ്ത് ഹാങ് ചെയ്തിടാൻ പറ്റും.